CPM-ന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരു സ്ഥാനാർത്ഥിയെ 2 തവണ മത്സരിപ്പിക്കുക, പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലർക്ക് ഇളവ് അനുവദിക്കുകയും ചെയ്യും. അത് അക്കാര്യത്തിൽ വളരെ നിഷ്കർഷ പാലിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. കോൺഗ്രസിനകത്ത് അതൊന്നുമില്ല. ആർക്ക് എപ്പോഴൊക്കെ വരെ മത്സരിക്കാമോ, കയ്യൂക്കുള്ളത് എത്രത്തോളം വരെ ഉണ്ടോ അത്രയും കാലം വരെയും മത്സരിക്കാവുന്ന സ്ഥിതിയാണ്. പക്ഷെ CPM-ൽ അത് ഒരിക്കലും പാർട്ടി തലത്തിൽ കാര്യങ്ങൾ ആലോചിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്. ഇതിപ്പോൾ എടുത്തു പറയാൻ കാരണം, തിരുവനന്തപുരത്ത് മേയറായിരിക്കുന്ന ആര്യ രാജേന്ദ്രന് അടുത്ത തവണ സീറ്റില്ല. ആദ്യം ഒരു തവണയാണ് ഇവിടെ തിരുവനന്തപുരത്തെ വാർഡിൽ നിന്ന് കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിച്ചത്. അത് വിജയിച്ചെത്തി 21ാമത്തെ വയസ്സിൽ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആഘോഷം തന്നെയായിരുന്നു. പ്രായം കുറഞ്ഞ മേയർ തന്നെയായിരുന്നു, സമ്മതിച്ചു. ആ പ്രായത്തിൻ്റെ കുറവും അപക്വമായിട്ടുള്ള പെരുമാറ്റവും ഇടപെടലും ഒക്കെ പിന്നീട് നമ്മൾ 5 വർഷം കാണുകയും ചെയ്തു, 2020 മുതൽ. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ഇപ്പോൾ 2ാമത് സീറ്റ് കൊടുക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്നത്. കാരണം മേയർ മത്സരിക്കാൻ ഇനിയും ഇറക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റുള്ളവരുടെ വിജയസാധ്യതയെപ്പോലും അത് ബാധിക്കും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് BJP ഒരു ചുവട് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് CPM-ന് വലിയ ദോഷമുണ്ടാക്കും എന്നുള്ള കണക്കുകൂട്ടൽ തന്നെയുണ്ട്. തിരുവനന്തപുരവും തൃശ്ശൂരും BJP-യിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങളും വിവാദങ്ങളും കൊണ്ട് നിറഞ്ഞു നിന്നതാണ് ഈ മേയറുടെ ഭരണകാലം എന്ന് പറയുന്നത്. തുടക്കം മുതൽ തന്നെ കോവിഡ് കാലത്ത് ഇല്ലാത്ത പൊങ്കാലയ്ക്ക് ഫണ്ട് എഴുതിയെടുക്കുക, നഗര ശുചീകരണത്തിൻ്റെ പേരിൽ, ഇത് പുറം ലോകം അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് ആ ഫണ്ട് മാറ്റിത്തിരിക്കുന്നതിൽ നിന്ന് മാറാൻ കഴിഞ്ഞത്. പക്ഷെ ഇല്ലായിരുന്നുവെങ്കിൽ ആ ഫണ്ട് പാർട്ടിയിലേക്കോ മറ്റെവിടങ്ങളിലേക്കോ പോകുമായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ കോർപ്പറേഷനിലെ കരാർ നിയമനത്തിന് വേണ്ടി നമ്മുടെ സഖാക്കന്മാരുടെ ലിസ്റ്റ് തരൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സഖാവിന് അയച്ച കത്ത്, സഖാക്കന്മാരുടെ ലിസ്റ്റ് തരൂ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഏറെ വിവാദമുണ്ടാക്കിയതാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ ഒരു KSRTC ഡ്രൈവറെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിക്കിടയിൽ, കൃത്യനിർവഹണം ഇടയിൽ തെരുവിൽ വിളിച്ചിറക്കി യാത്രക്കാരെ മുഴുവൻ ബസ്സിൽ നിന്ന് ഇറക്കി വിടിയിച്ചു. മേയറും മേയറുടെ ഭർത്താവായ ബാലുശ്ശേരി MLA സച്ചിൻ ദേവും കൂടി. അപ്പം ഈ മേയറുടെ ചില ദോഷങ്ങൾ സച്ചിൻ ദേവിനെയും ബാധിക്കാൻ പോകുന്നു എന്നുള്ളത് ഉറപ്പാണ്. ബാലുശ്ശേരിയിൽ അതിൻ്റെ പ്രതിഫലനവും ഉണ്ടാകും. ആ തെരുവീതിയിൽ കാണിച്ച പേക്കൂത്ത് നമ്മൾ കണ്ടതാണ്. മേയറുടെ വാഹനത്തെ, അതും ഔദ്യോഗിക വാഹനമല്ലായിരുന്നു, അനൗദ്യോഗിക വാഹനത്തെ ഓവർടേക്ക് ചെയ്തു എന്നുള്ള പേരിലാണ് പാവം പിടിച്ച ഡ്രൈവറുടെ മേൽ, എംപാനൽ ഡ്രൈവറുടെ മേൽ കുതിര കയറിയത്. ആ യദു എന്ന് പറയുന്ന KSRTC ഡ്രൈവറുടെ ജോലി വരെ നഷ്ടപ്പെടുത്തി. എന്നിട്ടിപ്പോൾ ഈ മേയർ സ്ഥാനത്ത് നിന്ന് ഒഴിയാറായ അവസരത്തിൽ ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണ് എഴുതിയിരിക്കുന്നത്? ഞാൻ ചോർന്നൊലിക്കുന്ന വീട്ടിലാണ് കഴിഞ്ഞു വന്നത്, ഞങ്ങൾ പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ ജീവിച്ചു വളർന്നവരാണ്, കണ്ണീരും വിശപ്പും ഒക്കെ ഏറെ സഹിച്ചവരാണ് ഞങ്ങൾ, കണ്ണീരിൻ്റെ ഉപ്പ് നുകർന്നു തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോയത് എന്നൊക്കെ പറഞ്ഞ് വികാര നിർഭരമായിട്ടാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഈ ലണ്ടൻ ആസ്ഥാനമായുള്ളിടത്ത് പോയി ഒരു കടലാസ് കമ്പനിക്കാരുടെ
അതായത് പേപ്പറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഏതോ ഒരു സംഘടനയുടെ ഒരു അവാർഡും വാങ്ങിച്ചുകൊണ്ട് വരികയുണ്ടായി. എന്തിനു വേണ്ടിയാണ് ഈ അവാർഡ് വാങ്ങിച്ചത്? ആ പുരസ്കാരം വാങ്ങിച്ചതിന് പിന്നിൽ തിരുവനന്തപുരത്ത് ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഈ വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ആയിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അതിനെയെല്ലാം അതിജീവിക്കാൻ വേണ്ടിയാണ് ലണ്ടനിൽ നിന്നൊരു പുരസ്കാരവും വാങ്ങി ഇങ്ങോട്ടേക്ക് വന്നത്. ആ പുരസ്കാരം യാതൊരു കാശിന് വിലയുള്ളതല്ല എന്ന് ഏവർക്കും അറിയാവുന്നതാണ്. പണ്ട് ശൈലജ ടീച്ചറിനൊരു പുരസ്കാരം ലഭിച്ചപ്പോൾ അത് വാങ്ങാൻ പോകണ്ട എന്ന് പറഞ്ഞ പാർട്ടിയാണ്. മേയർക്ക് ലണ്ടനിൽ നിന്ന് ഒരു തട്ടിക്കൂട്ട് സംഘടനയിൽ നിന്ന് ഒരു അവാർഡും വാങ്ങി വന്നിരിക്കുകയാണ്. തനിക്ക് വലിയ ക്ലീൻ ഇമേജാണ്, തിരുവനന്തപുരം നഗരത്തെ അങ്ങ് എന്തോ മറിച്ചു കേരളത്തിൻ്റെ ഒരു നെറുകയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് എന്നൊക്കെ ബോധ്യപ്പെടുത്തി അടുത്ത തവണയും സീറ്റ് വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് നടത്തിയത്. പക്ഷെ ആ തന്ത്രം ഫലിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ സീറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് അതിനിടയ്ക്കൊരു വർത്തമാനമൊക്കെ ഉണ്ടായിരുന്നു, നേമം നിയോജക മണ്ഡലത്തിൽ കൊണ്ടുപോയി നിർത്തും എന്ന്. നേമം അടുത്ത തവണ BJP കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. നേമമണ്ഡലത്തിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആര്യ രാജേന്ദ്രനെ നിർത്തിക്കഴിഞ്ഞാൽ എതിർ പാർട്ടിക്കാർക്ക്, കോൺഗ്രസിനായാലും BJP-ക്കായാലും പിന്നെ സൗകര്യമായി. അവർക്ക് നോമിനേഷൻ കൊടുത്തിട്ട് വീട്ടിലിരുന്നാൽ മതി. കാരണം അത്രയ്ക്ക് തിരുവനന്തപുരത്തിന് വേണ്ടാത്ത ഒരു ജനപ്രതിനിധിയാണ് ആര്യ രാജേന്ദ്രൻ. അതുകൊണ്ട് ആര്യ രാജേന്ദ്രൻ ഇനി ആ പ്രവർത്തനം മുഴുവൻ അങ്ങ് കോഴിക്കോട്ടേക്ക് മാറ്റുന്നു എന്നാണ് ഈ അടുത്ത സമയത്ത് വന്നിരിക്കുന്ന ഒരു വാർത്ത. കാരണം ഭർത്താവിൻ്റെ വീട് ബാലുശ്ശേരി MLA ആണ് സച്ചിൻ്റെ. ഈ കോഴിക്കോട് കോർപ്പറേഷന് അല്പം സാമാന്യം വൃത്തിയായിട്ട് പോവുകയാണ്. തിരുവനന്തപുരം തലസ്ഥാന നഗരമായിട്ട് പോലും ഇവിടുത്തെ MLA-മാർക്കോ MP-മാർക്കോ മേയർമാർക്കോ ഒന്നും യാതൊരു തരത്തിലുള്ള കാര്യക്ഷമതയും തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഈ കോഴിക്കോട് പോയി കണ്ടുപഠിക്കണം. മുമ്പ് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്, കോഴിക്കോട് നഗരത്തിനോട് ചേർന്ന് തന്നെയാണ് അവിടുത്തെ ബീച്ച്. ആ ബീച്ച് എത്രയോ അതിസുന്ദരമായിട്ട് ചെയ്തിട്ടുണ്ട്. കാനായിയുടെയോ മറ്റുമൊക്കെ ശില്പങ്ങളും ഒക്കെ കൊണ്ട് തീർത്ത് ഒരു ബീച്ചിൻ്റേതായിട്ടുള്ള ഭംഗി. ഇവിടെ നമ്മൾ കാണിച്ചു വെച്ചിരിക്കുന്നതോ, ഇവിടെ നഗരഹൃദയത്തിൽ കൂടി ആമയിഴഞ്ചാൻ തോട് സകല മാലിന്യങ്ങളും വഹിച്ചുകൊണ്ട് ഒഴുകുന്നു. അവിടെയാണല്ലോ ഒരു കരാർ തൊഴിലാളി അദ്ദേഹം ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടത്. എന്നിട്ട് പോലും ഈ കോർപ്പറേഷന് ഇത് പഠിക്കാനോ ഇത് പരിഹരിക്കാനോ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെ തിരുവനന്തപുരത്തിന് വമ്പന്മാരൊക്കെ തന്നെ മേയറായിരുന്നിട്ടുള്ള കാലമുണ്ട്. ഇപ്പോൾ മേയർ ജയൻ ബാബു ഒക്കെ അതിന് നല്ല തെളിവാണ്. ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ച കൂട്ടത്തിലാണ്. ഇവിടെ ഈ 5 വർഷം കൊണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. മേയറുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അവസാനം പറയുന്നുണ്ട്, ഈ ഏറ്റവും പ്രായം കുറഞ്ഞ ഞാൻ മേയറായിട്ട് വരുമ്പോൾ എനിക്കെതിരെ അവഹേളനവും മറ്റുമൊക്കെ ധാരാളം ഉണ്ടായി. പക്ഷേ ആ അവഹേളനങ്ങളെല്ലാം അതിജീവിച്ച് കാലം ഇതിവിടെ രേഖപ്പെടുത്തും, ചരിത്രം രേഖപ്പെടുത്തും. അതേ, ചരിത്രം രേഖപ്പെടുത്തും. തിരുവനന്തപുരത്തിന് ഇത്രയും മോശപ്പെട്ട ഒരു മേയർ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് കാലം രേഖപ്പെടുത്തും, ചരിത്രം രേഖപ്പെടുത്തും. എന്തായാലും മേയർ ആര്യ രാജേന്ദ്രന് എല്ലാവിധ വിപ്ലവ അഭിവാദ്യങ്ങളും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.